Hi, why is muscle considered as the organ of longevity? നമ്മൾ ഏജ് ആവും തോറും നമുക്ക് മസിൽ ലോസ് സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരു മിഡ് തേർട്ടി തൊട്ട് ലേറ്റ് 30 ആകുമ്പോഴത്തേക്ക് നമുക്ക് മസിൽ ലോസ് സംഭവിച്ചോളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കാർഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് മാത്രമേ അവിടെ ഇമ്പ്രൂവ് ആവും. ബാക്കി നമ്മുടെ ഈ മസിൽ സ്ട്രെങ്ത്, മസിൽ കോർഡിനേഷൻ, മസിൽ സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ട്രെയിനിങ് റെജിമിൻ ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ്. ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. ആൾക്കാരുടെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ രാവിലെ എണീച്ചൊരു 10 കിലോമീറ്റർ ഓടുന്നുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട്, പിന്നെ എനിക്കെന്ത് അസുഖം വരാനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാർഡിയോ ഒരു എയറോബിക് ആക്ടിവിറ്റിയാണ്. എക്സസൈസ് നമ്മൾ കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഗുണമൊന്നും സംഭവിക്കില്ല, ദോഷം മാത്രം സംഭവിക്കും. അതായത് നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും. വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് മസിൽ ലോസ് ഉണ്ടാവും. എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരിക്കണം. ആരും ജിമ്മിൽ പോയി പുതിയ മസിലൊന്നും ബിൽഡ് ചെയ്തില്ലെങ്കിലും ഉള്ള മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക.